is equipments for ultrasonic testing. These are the equipments used for the UT method. That is a pulsar and a receiver, a transducer, a couplant, a display screen, a receiver and amplifier. ഇതാണ് നമ്മുടെ ഒരു സ്കീമാറ്റിക്. ഇതാണ് നമ്മുടെ സ്പെസിമെൻ. ട്രാൻസ്ഡ്യൂസർ ഇതാണ്. ട്രാൻസ്ഡ്യൂസറിനും സ്പെസിമെനും ഇടയ്ക്ക് ഒരു കപ്ലൻ്റ് ഉണ്ട്. ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യാൻ വേണ്ട സപ്ലൈ കൊടുക്കുന്നത് പൾസറാണ്. ദെൻ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് അത് ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം അത് CROയിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്മിറ്റർ സൗണ്ട് വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നു സ്പെസിമെനിലൂടെ. ദെൻ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ട് വേവിനെ ഈ ട്രാൻസ്ഡ്യൂസർ റിസീവ് ചെയ്ത് അതിനെ അഗെയിൻ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് CROയിലേക്ക് സപ്ലൈ ചെയ്യുന്നു, കൊടുക്കുന്നു, CROയിൽ കാണിക്കുന്നു. ദെൻ പൾസർ ആൻഡ് റിസീവർ. നമുക്ക് ഈ ഒരു ട്രാൻസ്ഡ്യൂസറാണ് സൗണ്ട് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യണമെങ്കിൽ ഇൻപുട്ടായിട്ട് ഇലക്ട്രിക് പൾസസ് കൊടുക്കണം. കാരണം ഇലക്ട്രിക് പൾസസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡിഫോർമേഷൻ ബേസിലാണ് നമുക്ക് സൗണ്ട് വേവ്സ് ജനറേറ്റ് ചെയ്യുക. സോ ഹൈ വോൾട്ടേജ് പൾസ് റിക്വയർഡ് ബൈ അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസർ ഈസ് ജനറേറ്റഡ് ബൈ ദി സർക്യൂട്ട്. അപ്പോൾ പൾസറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഇമ്പൾസുകൾ ജനറേറ്റ് ചെയ്യുക, ദെൻ അത് ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുക്കുക. അൾട്രാസോണിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലാർജ് ആംപ്ലിറ്റ്യൂഡ് ഇലക്ട്രിക് പൾസസ്. എ ഷോർട്ട് ബസ്റ്റ് ഓഫ് ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കോൾഡ് എസ് പൾസ്. അപ്പോൾ ഈ പൾസസ് ആയിട്ട് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സപ്ലൈ അതിൻ്റെ ബേസിലാണ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്ത് സൗണ്ട്, അൾട്രാസോണിക് സൗണ്ട് നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള അൾട്രാസോണിക് വേവുകൾ ജനറേറ്റ് ചെയ്യുക. എപ്പാർട്ട് ഫ്രം ജനറേഷൻ ഓഫ് പൾസസ്, ദിസ് സർക്യൂട്ട്, ഈ പൾസർ ആൻഡ് റിസീവർ എന്ന് പറയുന്ന സർക്യൂട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഓൾസോ ആക്ട് ആസ് എ റിസീവർ ഓഫ് സിഗ്നൽ കമ്മിങ് ഫ്രം ദ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ട് വേവ് ട്രാൻസ്ഡ്യൂസർ റിസീവ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകുന്നു. ആ ഇലക്ട്രിക് സിഗ്നലിനെ റിസീവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ പൾസർ റിസീവർ സെക്ഷനാണ്. അപ്പോൾ പൾസർ റിസീവർ സെക്ഷൻ ചെയ്യുന്ന കാര്യം ട്രാൻസ്ഡ്യൂസറിലേക്ക് വേണ്ട പൾസ് കൊടുക്കുന്നു, ദെൻ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. ഇതിന് ട്രാൻസ്ഡ്യൂസർ നമുക്കറിയാം അത് ഇലക്ട്രിക് പൾസസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഒരു സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ഡ്യൂസർ ഇൻ അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ ഈസ് പൾസ്ഡ് ആൻഡ് സെൻഡിങ് ഔട്ട് ആൻ അൾട്രാസോണിക് വേവിനെ ജനറേറ്റ് ചെയ്യുന്നു. The subsequent echoes generate a voltage in the transducer. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ട് വേവ്സ് അതിനെ റിസീവ് ചെയ്ത് എഗെയിൻ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റുന്നതും ഇതേ ട്രാൻസ്ഡ്യൂസർ തന്നെയാണ്. ദെൻ കപ്ലൻ്റ്. നമുക്കറിയാം ട്രാൻസ്ഡ്യൂസറിനും സ്പെസിമെനും ഇടയ്ക്ക് നമ്മൾ കപ്ലൻ്റ് വെക്കുന്നു. എ കപ്ലൻ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് സർഫസ് ഓഫ് ദ പാർട്ട് ടു ബി ഇൻസ്പെക്റ്റഡ്. കാരണം എയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എയർ ഗ്യാപ്പ് എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഡ്യൂസർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൗണ്ട് വേവിനെ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ സ്പെസിമെനിലേക്ക് സൗണ്ട് വേവ് പോകാതെ വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ കപ്ലൻ്റ് ഇതിനിടയ്ക്ക് വയ്ക്കുന്നത്. എ വെരി തിൻ ലെയർ ഓഫ് എയർ വിൽ സിവിയർലി റിട്ടാർഡ് ദ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഫ്രം ദ ട്രാൻസ്ഡ്യൂസർ ടു ദ മെറ്റീരിയൽ ബീങ് ഇൻസ്പെക്റ്റഡ്. അതാണ്. ഇപ്പോൾ ഒരു ചെറിയ എയർ ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ പോലും, കാരണം എയർ ഗ്യാപ്പ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു 99% ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സൗണ്ട് വേവ്സിൻ്റെ എമൗണ്ട് അത് സിവിയർലി കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഗ്യാപ്പിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനാണ് ഓയിലും വാട്ടറും യൂസ് ചെയ്യുക. ദെൻ കപ്ലൻ്റ് നമുക്കറിയാം ഇറ്റ് ഇസ് എ ലിക്വിഡ് ഓർ സെമി ലിക്വിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കപ്ലൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ, ഓയിൽ, ഗ്രീസ് ഓർ ഗ്ലിസറിൻ ഒക്കെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക. ദെൻ ഡിസ്പ്ലേ. ഇനി നമുക്ക് ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ട് വേവിനെ റിസീവർ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഡ്യൂസർ റിസീവ് ചെയ്യുന്നു. ദെൻ ഔട്ട്പുട്ട് സിഗ്നൽ വരുന്നു, നമ്മളതിനെ ആംപ്ലിഫൈ ചെയ്ത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. ഇറ്റ് ഈസ് എ ഡിവൈസ് ഓൺ വിച്ച് റിസീവ്ഡ് ഡേറ്റ or signal is displayed either in video mode or in radio frequency mode. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ പല ടൈപ്പ് ഉണ്ട്, നമ്മളത് പഠിക്കും. ഏത് എസ് സ്കാൻ ഡിസ്പ്ലേ, ബി സ്കാൻ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും.
അപ്പോൾ എനിവേ നമ്മൾ നേരത്തെ കണ്ട പോലെ പൾസസ് എന്ന രീതിയിൽ ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടും. ആ പൾസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. Then last one is a receiver and amplifier. The voltage signal received by receiver from ultrasonic transducer are amplified, where amplified radio frequencies are available as an output display on oscilloscope. But ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് സിഗ്നൽ കറസ്പോണ്ടിങ് ടു റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആംപ്ലിഫയർ യൂസ് ചെയ്യുക. അതിനുശേഷമായിരിക്കും അത് CRT ഡിസ്പ്ലേയിലേക്ക് ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.